ഹായ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് കളക്ഷൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ. എല്ലാവർക്കും വെൽക്കം ടു ജിംഗിൾ ബെൽസ് കളക്ഷൻ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ കൊണ്ടുവന്നിരിക്കുന്നത് ഇങ്ങനത്തെ മോഡൽ ഒരു ചെയിനാണ്. താഴെ കണ്ടോ കുങ്കുറൂസ് ഒക്കെ കൊടുത്തിട്ട് സിൽവർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നറുക്ക് റൂബി സ്റ്റോണിന്റെ കളറാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതിന്റെ ചുറ്റും സ്റ്റോൺസ് വൈറ്റ് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഈ സിൽവർ ബോൾസ് കണ്ടോ, സിൽവർ കളറുള്ള ബോൾസും കൊടുത്തിട്ടുണ്ട്. രണ്ടെണ്ണം അപ്പുറത്തും രണ്ടെണ്ണം ഇപ്പുറത്തും. അപ്പൊ ഇതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് എല്ലാ ചുരിദാർസിന്റെ കൂടിയും അതിന്റെ കൂടിയൊക്കെ നമുക്ക് ഫാഷനബിൾ ആയിട്ട് ഇടാനായിട്ട് സാധിക്കും. ഇത്ര നീളം കൊടുത്തിട്ടുണ്ട് കേട്ടോ. എത്ര നീളത്തിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ബാക്കിൽ കണ്ടോ, അതാ കണ്ണിയും അവൈലബിൾ ആണ്. നമുക്ക് ഇടാനുള്ള കൊളുത്ത് അവൈലബിൾ ആണ്. ഇതൊക്കെ നമുക്ക് ഫാഷനബിൾ ആയിട്ട് ട്രെൻഡിങ് ആയിട്ട് നമുക്ക് ഇടാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിന്റെ വേറെ കളേഴ്സും കൂടി അവൈലബിൾ ആണ്. അതും കൂടി നമുക്ക് കണ്ടാലോ. ഇതിന്റെ അടുത്ത അവൈലബിൾ ആയിട്ടുള്ള കളറാണ് നമ്മുടെ റെഡ്. നമ്മുടെ ഡാർക്ക് റെഡ് ആണ്. ബാക്കിയുള്ള പാറ്റേൺസ് എല്ലാം സെയിം തന്നെയാണ്. ജസ്റ്റ് 150 റുപ്പീസേ ഉള്ളൂ. അപ്പൊ ഇത് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വേഗം കോൺടാക്ട് ചെയ്യേ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്താലും മതി. നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ. ഇതാ എന്റെ കണ്ണികളൊക്കെ കണ്ടല്ലോ. ഞാൻ വീണ്ടും കാണിക്കുന്നില്ല. ഇതാ വേഗം പറഞ്ഞു പോവാണേ. ഇതാ ഇങ്ങനെയാണ് വരുന്നത്. ബാക്കി എല്ലാം സെയിം ആണ്. ഇനി ഇതിന്റെ തന്നെ അടുത്തൊരു കളറും കൂടി നമ്മുടെ അവൈലബിൾ ആണ്. ഇതാ അതാണ് നമ്മുടെ ലൈറ്റ് ബ്ലൂ ആണ് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള അടുത്ത കളർ. ബാക്കി എല്ലാം സെയിം ഫീച്ചേഴ്സ് ആണ്. ഞാൻ ഇനി വീണ്ടും അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ഇതാണ് കണ്ടല്ലോ. ഇനിയിപ്പോ നമുക്ക് അടുത്തൊരു പാറ്റേണിലുള്ള മാല കാണാം. അടുത്തൊരു പാറ്റേൺ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു പാറ്റേണിൽ വന്നിരിക്കുന്ന ഒരു മാലയാണ്. നമ്മുടെ ക്രിസ്റ്റൽസ് ഒക്കെ കൊടുത്തിട്ടുള്ള മാലയാണ്. ഇത് ആക്ച്വലി ലൈറ്റ് പീച്ച് ഷെയ്ഡാണ്. ഇതിൽ കാണുമ്പോൾ നമുക്ക് വൈറ്റ് അല്ലെങ്കിൽ ഓഫ് വൈറ്റ് പോലെയൊക്കെ തോന്നുന്നതാണ്. ലൈറ്റ് പീച്ച് ഷെയ്ഡ്. അത് കൂടാതെ ഒരു കുഞ്ഞു ക്രിസ്റ്റല്, അങ്ങനെയാണ് വൈറ്റ് കളറിലെ ക്രിസ്റ്റല്, അങ്ങനെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ കംപ്ലീറ്റ് ലുക്കും വരുന്നത്. ഇതാ ബാക്കിൽ കൊളുത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് വലിയൊരു യൂസ് ചെയ്യണതാണ്. നമുക്ക് ചെറിയ കുട്ടികൾക്ക് വേണമെങ്കിലും ഒക്കെ യൂസ് ചെയ്ത് കൊടുക്കാം. അതുകൂടാതെ നിങ്ങൾ സൂക്ഷിച്ച് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ മാലയിലും ഒരു ഷൈനിങ് ഉണ്ട് കണ്ടോ. ഈ ബ്ലാക്ക് കളർ വരുന്നതിലും ഒരു ചെറിയൊരു ഗോൾഡൻ കളർ ഷൈനിങ്ങും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് വരുന്നത്. ഇത് കണ്ടോ, ഇത് ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ ലുക്ക് വരെ. കണ്ടല്ലോ, ഇങ്ങനെയാണ് നമ്മുടെ ഇതിന്റെ ചെയിന്റെ ഫുൾ ലുക്ക് വരിക. നല്ല ഫാഷനബിൾ ആയിട്ടും ട്രെൻഡിങ് ആയിട്ടും നമുക്ക് വെയർ ചെയ്യാനായിട്ട് ഇത് സാധിക്കുക. ഇതിന്റെ തന്നെ 2-3 കളർ ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതും കൂടി കാണാം. അടുത്ത കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് നമ്മുടെ ഓഷ്യൻ ബ്ലൂവിന്റെ കളറാണ്. നല്ല ഭംഗിയാട്ടോ. ഈ ഒരു മാലകളൊക്കെ നമുക്ക് എന്ത് സിമ്പിൾ ആയിട്ട് ഇടാമെന്നറിയോ. നല്ല രസമായിരിക്കും കുർത്തീസിന്റെ കൂടെയൊക്കെ പള്ളിയിൽ പോകുമ്പോൾ അല്ലാത്തപ്പോഴൊക്കെ അങ്ങനെ ഇടാനൊക്കെ നല്ല രസമായിരിക്കും കേട്ടോ. എല്ലാം നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. അപ്പൊ ഇതിന്റെ ക്യാഷ് ഒക്കെ പ്രൈസ് ഒക്കെ ഞാൻ ഇത് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. കണ്ടല്ലോ, ഇങ്ങനെയാണ് അതിന്റെ ഫുൾ ലുക്ക് വരിക. ഇതിന്റെ തന്നെ നമുക്കൊരു പേസ്റ്റൽ ഗ്രീൻ കൂടി കളർ ഷെയ്ഡിൽ അവൈലബിൾ ആണ്. ഇതാണ് വരുന്നത്. പേസ്റ്റൽ ഗ്രീന്റെ കളറിന്റെയും കൂടി ഷെയ്ഡിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇങ്ങനെയാണ് മൊത്തത്തിൽ അതിന്റെ ലുക്ക് വരുന്നത്. കണ്ടല്ലോ. ഇനിയിപ്പോ അടുത്ത നമുക്ക് ഐറ്റം എന്ന് പറയണത്, നമ്മളിപ്പോ പള്ളിയിലൊക്കെ പോകുന്നെങ്കിൽ നമുക്ക് പേളിന്റെ ചെയിൻ ഒക്കെ ഇടണമെങ്കിൽ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ട് സാരീസിന്റെ കൂടിയും കുർത്തീസിന്റെ കൂടിയും ഒക്കെ ഇടാൻ പറ്റിയ പോലെയുള്ള വലിയവർ ഇടുന്ന മോഡലാണ് ഈ പേൾ ചെയിൻ എന്ന് പറയണത്. ഇതൊരു മീഡിയം സൈസ്ഡ് പേളാണ്. കുറച്ച് വലുതാട്ടോ. ഒരുപാട് വലുതുമല്ല, ഒരുപാട് ചെറുതുമല്ല. അതിന്റെ ഇടയിൽ കണ്ടോ കളർ ഇല്ലാത്ത ക്രിസ്റ്റൽസ് കോൺ ഷേപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ വലിയവര് നമുക്ക് പള്ളിയിലും അല്ലാതെ അമ്പലത്തിലും അതിലൊക്കെ പോകുമ്പോഴൊക്കെ നമുക്ക് സാരീസും ഒക്കെ വെയർ ചെയ്യുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് തരുന്ന ഐറ്റംസ് ആണ്. നല്ല ഭംഗിയില്ലേ. ഇത് വൈറ്റ് കളർ പേൾ ആണ്. ഇതിന്റെ തന്നെ നമുക്ക് വേറൊരു കളർ ഷെയ്ഡും കൂടി അവൈലബിൾ ആണ്. അതാണ് ഇത് കേട്ടോ. ഇതാണ് ആ കളർ ഷെയ്ഡ് എന്ന് പറയുന്നത്. ഇതിൽ കണ്ടോ ഒരു ലൈറ്റ് യെല്ലോ, പിന്നെ ഒരു നമ്മുടെ ഇതിന്റെ കളറ് ആഷ് കളറ്, അതുകൂടാതെ ഒരു ഓഫ് വൈറ്റിന്റെ പേൾ. അതിന്റെ ഇടയിലെല്ലാം ക്രിസ്റ്റൽസും കൊടുത്തിട്ടുണ്ട്. കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക്. ഇങ്ങനെയാണ് അതിന്റെ ക്ലോസർ വ്യൂ എന്ന് പറയണ വരുന്നത്. ബാക്കിൽ ഹുക്സും കൊടുത്തിട്ടുണ്ട് നമുക്ക്. അപ്പൊ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ഇത് എത്ര ഉണ്ടാവും കേട്ടോ ഐറ്റം എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേക്കാം. ഇത്രയാണ് അതിന്റെ ഐറ്റത്തിന്റെ നീളം വരുന്നത്. നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ലുക്സ് ഒക്കെ തരുന്ന ഐറ്റംസ് ആണ് ഇതെല്ലാം വരുന്നത്. കണ്ടല്ലോ നിങ്ങള്, സ്റ്റാൻഡേർഡ് ലുക്ക് വരുന്ന ഐറ്റംസ് ആണ്. പിന്നെ എനിക്ക് കാണിക്കാനായിട്ട് എന്നുള്ള ഐറ്റം നമ്മുടെ ഇൻവിസിബിൾ ചെയിൻ ആണ്.
ഇൻവിസിബിൾ ചെയിനിൽ വലിയ ലോക്കറ്റ് വേണം, നല്ല ഭംഗിക്ക് എടുത്ത് കാണണം എന്ന് പറയുന്നവർക്കൊക്കെ ഇത് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നല്ലൊരു അടിപൊളി ഐറ്റം ആണ്. റെഡ് കളർ, നമ്മുടെ ബ്ലഡ് റെഡിന്റെ സ്റ്റോൺ ആണ് നടുക്ക് വന്നിരിക്കുന്നത്. അതും റെയിൻ ഡ്രോപ്പിന്റെ ഷേപ്പിൽ നല്ല രസമില്ലേ, മഴത്തുള്ളിയുടെ ഷേപ്പിൽ അത് വരുമ്പോൾ ചുറ്റും കുഞ്ഞു കുഞ്ഞു വൈറ്റ് സ്റ്റോൺസ് കൊണ്ട് ഇത് അലങ്കരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് വരുന്നത്. ഞാൻ കാണിച്ചു തരാം. ക്ലോസർ വ്യൂ കണ്ടല്ലോ, ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിക്ക് തന്നെ അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ചുറ്റും ഇവിടെയും കണ്ടോ, ഇവിടെയും വലിയൊരു വൈറ്റ് സ്റ്റോൺസ് വലുതാണ് വന്നിരിക്കുന്നത്. അതിന്റെ ചുറ്റും കുഞ്ഞു കുഞ്ഞു വൈറ്റ് സ്റ്റോൺ, അതിന്റെ ചുറ്റും ഗോൾഡൻ ബീഡ്സ്, അതിന്റെ നടുക്കാണ് നമ്മുടെ റെഡ് സ്റ്റോൺ കുഞ്ഞതായി കൊടുത്തിരിക്കുന്നത്. ഇവിടെ 2 ഗോൾഡൻ ബോൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത്ര നീളം വരും കേട്ടോ, ഇത്ര നീളം വരും. ബാക്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കൊളുത്താണ്, നമുക്ക് ഹുക്കാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ്. ഇങ്ങനെയാണ് അതിന്റെ മൊത്തത്തിൽ ലുക്ക് വരുന്നത്. ഇത് കൂടാതെ ഇതിന്റെ പെയറിംഗ് ആയിട്ട് നമുക്ക് ഇടാൻ തരത്തിലുള്ള തന്നെ ഇയറിംഗ്സും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇതിന്റെ അതേ ലുക്കിൽ തന്നെയാണ് ഇയറിംഗ്സും വന്നിരിക്കുന്നത്. കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. താഴെ 2-3 കുഞ്ഞു ഗുങ്കുറൂസ് കൊടുത്തിട്ട് നമുക്ക് ഇത് കുറച്ചും കൂടി ഭംഗിയാക്കിയിട്ടുണ്ട്. കണ്ടല്ലോ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഇടുമ്പോൾ എന്തായിരിക്കും, നമ്മുടെ ചെവി കംപ്ലീറ്റ് കവർ ചെയ്യും. ഈ കമ്മൽ മാത്രമായിരിക്കും നമുക്ക് എടുത്ത് കാണുക. അപ്പൊ അതിനൊരു പ്രത്യേക ലുക്ക് കൊണ്ടുവരും. ഇങ്ങനെയാണ് ഐറ്റം വരുന്നത്. ഓക്കെ അല്ലേ? നല്ല ഷൈനിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇങ്ങനെയാണ് വരുന്നത്. ഇനി എനിക്ക് കാണിക്കാനുള്ളത് വേറെ നമുക്ക് കുറച്ച് ഐറ്റം കൂടി ഉണ്ട്. ഇതാണ് അടുത്ത ഐറ്റം എന്ന് പറയുന്നത്, നമ്മുടെ വള. ഇതില് ബീഡ്സിന്റെ കുറച്ചും കൂടി കുറച്ചൊരു പൊടിക്കൊരു വലുതാണ് കേട്ടോ. നമ്മൾ പേളിന്റെയും മറ്റേ കോറലിന്റെ ഒക്കെ കൊണ്ടുവന്നിരുന്നു. അതുപോലെയല്ല, ഇത് ഒരു തുള്ളി ഒരു പൊടിക്കൊരു ഇത്തിരി കൂടുതലാണ് വലുപ്പം. നല്ല ഭംഗിയുള്ളതാണ്, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ്, നല്ല ലുക്ക് വരുന്നത്. ഇതൊക്കെ നമ്മൾ കൊണ്ടുവരുന്നത് ഗോൾഡ് പ്ലേറ്റഡിലാണ്. അതിന്റെ ഡിസൈൻ കണ്ടല്ലോ, ഇതാണ് ക്ലോസർ വ്യൂ വരുന്നത്. ഇതൊക്കെ ഒറ്റയ്ക്ക് ഇട്ടാലും ഇങ്ങനെ ഇട്ടാലും ഭംഗിയാണ്, ഒരുമിച്ചിട്ടാലും എത്രയായാലും ഭംഗിയാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. ബ്ലാക്ക് ഒക്കെ ആകുമ്പോൾ എല്ലാത്തിന്റെ കൂടി നമുക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് അത് അറിയാലോ. ഇത്രയും നല്ല ഭംഗിയുള്ള ഐറ്റമാണ് വന്നിരിക്കുന്നത്. ഇതിന്റെയൊക്കെ പ്രൈസ് ഒക്കെ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പൊ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് കോറലിന്റെയും കൊണ്ടുവന്നിട്ടുണ്ട്. കോറലിന്റെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഡിസൈനൊക്കെ കണ്ടോ, ഇതെല്ലാം ഗോൾഡ് പ്ലേറ്റഡിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. പ്രോഡക്ട്സ് ഒക്കെ മേടിച്ച് നോക്കുക. നല്ല നല്ല ഐറ്റംസ് ആണ് എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. ബൈ.